ഒരു 29കാരൻ തുടക്കമിട്ട ഒരു പടുകൂറ്റൻ ബിസിനസ് ഗ്രൂപ്പിന്റെ കഥ പറയാം. 1868 ഒരു 29കാരൻ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങുന്നു. വെറും 21,000 രൂപയായിരുന്നു അന്ന് ഈ കമ്പനിയുടെ ക്യാപിറ്റൽ. തൊട്ടടുത്ത വർഷം, അതായത് 1869 ആ ചെറുപ്പക്കാരൻ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ കുത്തകയായിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ബോംബെയിലെ ചിഞ്ചുപൊക്ലിയിലെ പൊളിഞ്ഞ് പാപ്പരായ ഒരു ഓയിൽ മില്ല് വിലയ്ക്ക് വാങ്ങിയ അയാൾ ആ യൂണിറ്റിനെ ഒരു കോട്ടൺ മില്ലാക്കി മാറ്റി. ആ സ്ഥാപനത്തിന് അലക്സാണ്ട്ര മിൽ എന്ന പേരുമിട്ടു. പിൽക്കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നിന്റെ തുടക്കകാല കഥയാണ് ഈ പറഞ്ഞു വരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേര് ജംഷെഡ്ജി നുസുർവാൻജി ടാറ്റ എന്നായിരുന്നു. ആ ബിസിനസ് ഗ്രൂപ്പ് ഏതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ഇന്ന് 100ലേറെ രാജ്യങ്ങളിലായി 30 കമ്പനികളും $165 ബില്യൺ റവന്യൂമുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ചെറിയ തുടക്കമായിരുന്നു അത്. അക്കാലത്ത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഹബ്ബ് ബോംബെ ആയിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് മാറി ചിന്തിക്കാൻ ധൈര്യം കാണിച്ച ജംഷെഡ്ജി ടാറ്റ തന്റെ ടെക്സ്റ്റൈൽ മിൽ നാഗ്പൂരിൽ സ്ഥാപിച്ചു. 1874 തുടങ്ങിയ ഈ സ്ഥാപനത്തിന്റെ പേര് ഇംപ്രസ് മിൽസ് എന്നായിരുന്നു. ജംഷെഡ്ജി ടാറ്റ ഇന്ത്യക്ക് വേണ്ടി കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്വപ്നങ്ങളിൽ ഒന്ന് മാത്രമേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നടന്നുള്ളൂ. 1903 ഡിസംബർ 16 മുംബൈയിൽ തുടങ്ങിയ താജ്മഹൽ പാലസ് ഹോട്ടലായിരുന്നു അത്. എന്നാൽ അന്ന് 3 ലക്ഷം പൗണ്ട് മുടക്കി ജംഷെഡ്ജി ടാറ്റ തുടങ്ങിയ ആ ഹോട്ടലിന് പിന്നിൽ ഒരു മധുര പ്രതികാരത്തിന്റെ കഥയുണ്ട്. ജംഷെഡ്ജി ടാറ്റ ഒരിക്കൽ ബ്രിട്ടനിലെ പേര് കേട്ട വാട്സൺസ് ഹോട്ടലിൽ പോകാൻ ശ്രമിച്ചു. പക്ഷെ ആ ഹോട്ടൽ അധികൃതർ അദ്ദേഹത്തിന് അവിടെ കയറാനുള്ള അനുമതി നിഷേധിച്ചു. കാരണം വെള്ളക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സംഭവം തനിക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് ആകെ ഒരു വലിയ ഇൻസൾട്ട് ആയിട്ടാണ് ജംഷെഡ്ജിക്ക് തോന്നിയത്. ഇതേ തുടർന്നാണ് യാതൊരു വിവേചനവുമില്ലാത്ത എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ഒരു വലിയ ഹോട്ടൽ തുടങ്ങാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. 1904 ജർമ്മനിയിൽ വെച്ച് ജംഷെഡ്ജി ടാറ്റ മരണമടഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ദൊറാബ്ജി ടാറ്റ ചെയർമാനായി സ്ഥാനമേറ്റെടുത്തു. ജംഷെഡ്ജി ടാറ്റ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാതെ പോയ 3 വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും വലിയ സ്വപ്നം. 1907 അദ്ദേഹത്തിന്റെ മകനായ ദൊറാബ്ജി ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എന്നറിയപ്പെടുന്ന ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ സ്വന്തമായി സ്റ്റീൽ പ്ലാന്റ് ഉള്ള ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യ മാറി. ജീവിച്ചിരിക്കുമ്പോൾ ജംഷെഡ്ജി ടാറ്റയ്ക്ക് നടക്കാതെ പോയ മറ്റൊരു വലിയ സ്വപ്നമായിരുന്നു ഇന്ത്യയിൽ ഒരു വേൾഡ് ക്ലാസ് സയൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. 1911 മകനായ ദൊറാബ്ജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചതോടെ അദ്ദേഹത്തിന്റെ ആ സ്വപ്നവും ഒരു യാഥാർത്ഥ്യമായി മാറി. ടാറ്റയും ഇന്ത്യ ഗവൺമെന്റും മൈസൂർ മഹാരാജാവും ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു ഈ സ്ഥാപനം. ജംഷെഡ്ജി ടാറ്റയുടെ നടക്കാതെ പോയ ആ 3ാമത്തെ സ്വപ്നം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയിരുന്നു. 1910 ടാറ്റ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സപ്ലൈ കമ്പനി സ്ഥാപിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഈ സ്വപ്നവും മകനായ ദൊറാബ്ജി നിറവേറ്റി. ഇപ്പോൾ ടാറ്റ പവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ്. 1932 ജൂൺ 3 ജർമ്മനിയിൽ വെച്ച് ദൊറാബ്ജി ടാറ്റ മരണമടഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന നവറോജി സക്കലത്വാല ടാറ്റ ഗ്രൂപ്പിലെ ചെയർമാനായി സ്ഥാനമേറ്റു. ഇന്ത്യയിലെ 10 സിമന്റ് കമ്പനികൾ കൂട്ടിച്ചേർന്ന ദ അസോസിയേറ്റഡ് സിമന്റ് കമ്പനീസ് ലിമിറ്റഡ് ഉണ്ടാക്കിയത് നവറോജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഈ കമ്പനിയാണ് പിന്നീട് ACC ആയി മാറിയത്. എയർ ഇന്ത്യയെ പറ്റി അറിയാത്ത ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടാവില്ല. 1932 ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കരിയറായ ടാറ്റ എയർ സർവീസസ് ലോഞ്ച് ചെയ്യപ്പെട്ടു. ഇന്ന് എയർ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ടാറ്റ എയർ സർവീസസിന്റെ ആദ്യ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആരായിരുന്നു അറിയാമോ? ടാറ്റ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരിൽ ഒരാളായ JRD ടാറ്റയായിരുന്നു അത്. 1938 ടാറ്റ ഗ്രൂപ്പിൽ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു. ഫ്രാൻസിൽ വെച്ച് ഒരു ഹൃദയാഘാതം വന്ന് അന്നത്തെ ചെയർമാൻ നവറോജി സക്കലത്വാല മരണപ്പെട്ടു. അതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ സ്ഥാനമേറ്റു. അന്ന് വെറും 34 വയസ്സുണ്ടായിരുന്ന എയർ ഇന്ത്യയുടെ ആദ്യത്തെ പൈലറ്റ് ആയിരുന്ന JRD ടാറ്റയായിരുന്നു അത്. 1938 JRD ടാറ്റ ചെയർമാനായി സ്ഥാനമേൽക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ 14 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1991 അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോഴേക്കും ടാറ്റ ഗ്രൂപ്പിലെ കമ്പനികളുടെ എണ്ണം 14 നിന്നും 95 ഒരു വമ്പൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. ഇന്ന് നമ്മൾ അറിയുന്ന പല ടാറ്റ കമ്പനികളും പടുത്തുയർത്തിയത് JRD ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ആ കമ്പനികളെന്ന് നമുക്ക് നോക്കാം. 1945 ലോക്കോമോട്ടീവ്സ് ഉണ്ടാക്കുന്നതിനായി അദ്ദേഹം ടാറ്റ മോട്ടോഴ്സ് സ്ഥാപിച്ചു. തുടർന്ന് കമ്പ്യൂട്ടറുകളുടെ വൻ സാധ്യത തിരിച്ചറിഞ്ഞ JRD ടാറ്റ 1968 ടാറ്റ കൺസൾട്ടൻസി സർവീസ് തുടങ്ങി. അദ്ദേഹം പടുത്തുയർത്തിയ മറ്റ് പ്രധാന ടാറ്റ കമ്പനികൾ ഇവയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ JRD ടാറ്റയുടെ ലീഡർഷിപ്പിൽ ടാറ്റ ഗ്രൂപ്പിന്റെ അസറ്റുകൾ $100 മില്യൺ നിന്നും $5 ബില്യൺ കുതിച്ചുയർന്നത്. മനുഷ്യത്വപരമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു JRD ടാറ്റ. ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെന്റിന് പേര് കേട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്യാൻസർ ഹോസ്പിറ്റലായ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ അദ്ദേഹമാണ് തുടങ്ങിയത്.
JRD ടാറ്റ ട്രസ്റ്റ്, തെൽമ ജെ, ടാറ്റ ട്രസ്റ്റ് എന്നീ ട്രസ്റ്റുകളും JRD ടാറ്റ സ്ഥാപിച്ചു. 1991 രത്തൻ നാവൽ ടാറ്റയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത്. തന്റെ അമ്മാവനായ JRD ടാറ്റ നിർത്തിയെടുത്ത് നിന്നാണ് രത്തൻ തുടങ്ങിയത്. 1996 ടെലികോം കമ്പനിയായ ടാറ്റ ടെലി സർവീസ് തുടങ്ങിയ രത്തൻ 2004 ആയപ്പോഴേക്കും IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ പബ്ലിക് ലിസ്റ്റിംഗ് കൊണ്ടുവന്നു. 2000 ടാറ്റ ഗ്രൂപ്പ് ബ്രിട്ടീഷ് ചായ കമ്പനിയായ ടെൽറ്റയെ $432 മില്യൺ വിലയ്ക്ക് വാങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. 2007 ആംഗ്ലോ ഡച്ച് സ്റ്റീൽ കമ്പനിയായ കോറസിനെ $13 ബില്യൺ ടാറ്റ വാങ്ങിയപ്പോൾ അത് ചരിത്രമായി. ഒരു ഇന്ത്യൻ കമ്പനി ഒരു ഫോറിൻ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഡീലായിരുന്നു അത്. തുടർന്ന് 2008 ഫോർഡ് മോട്ടോർ കമ്പനിയിൽ നിന്ന് ബ്രിട്ടനിലെ ലക്ഷറി ഓട്ടോമൊബൈൽ ബ്രാൻഡ്സ് ആയ ജാഗ്വറിനെയും ലാൻഡ് റോവറിനെയും $2.3 ബില്യൺ അക്വയർ ചെയ്തതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ വലിപ്പം ലോകമറിഞ്ഞു. രത്തൻ ടാറ്റയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലുള്ള ഒരു കാർ. $1 ലക്ഷം എക്സ് ഫാക്ടറി പ്രൈസിൽ അനൗൺസ് ചെയ്ത ടാറ്റ നാനോ എന്ന ഈ കാർ 2009 ലോഞ്ച് ചെയ്യപ്പെട്ടു. 2012 രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി സൈറസ് മിസ്ട്രി ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 2016 ഒക്ടോബറിൽ സൈറസ് മിസ്ട്രി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ടു. രത്തൻ ടാറ്റ താൽക്കാലിക ചെയർമാനായി സ്ഥാനമേറ്റു. 2017 ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി വന്ന N ചന്ദ്രശേഖരൻ ഇന്നും ആ സ്ഥാനത്ത് തുടരുന്നു. 2021 ഓൺലൈൻ ഗ്രോസറി പ്ലാറ്റ്ഫോമായ ബിഗ് ബാസ്ക്കറ്റിനെയും ഓൺലൈൻ ഫാർമസിയായ 1mgയെയും ടാറ്റ ഗ്രൂപ്പ് അക്വയർ ചെയ്തു. അതേ വർഷം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരുന്ന എയർ ഇന്ത്യയെ 18,000 കോടി രൂപയ്ക്ക് വാങ്ങിയ ടാറ്റ ഗ്രൂപ്പ് ആ ബ്രാൻഡിനെ തിരികെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരു സാൾട്ട് ടു സോഫ്റ്റ്വെയർ കമ്പനിയായ, അതായത് സാൾട്ട് ബ്രാൻഡായ ടാറ്റ സാൾട്ട് മുതൽ സോഫ്റ്റ്വെയർ കമ്പനിയായ TCS വരെയുള്ള പ്രൊഡക്റ്റുകളുള്ള ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഇന്നും തങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു. ഇതുപോലെ മറ്റേതെങ്കിലും ബിസിനസ് ഗ്രൂപ്പുകളുടെ സക്സസ് സ്റ്റോറി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.